ആൾക്കൂട്ടത്തെ ആത്മനിർവൃതിയോടെ ചേർത്ത് പിടിച്ച നേതാവിന്റെ ഓർമ്മദിനമാണ് ഇന്ന്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 2 വർഷം. മലയാളിയുടെ ഹൃദയ കവാടങ്ങളിൽ ഇന്ന് ഉമ്മൻചാണ്ടിക്കായി ഓർമ്മത്തിരികൾ തെളിയും. റിപ്പോർട്ടിലേക്ക്. ആയിരക്കണക്കിന് ആളുകളുടെ അശ്വപുഷ്പങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രി. തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ 158 കിലോമീറ്ററാണ് ദൂരക്കണക്ക്. 2 ആണ്ട് മുമ്പ് ഇങ്ങനൊരു നാളിൽ ഈ ദൂരമത്രയും പിന്നിടാൻ മലയാളിക്ക് വേണ്ടി വന്നത് 2 പകലുകളും 1 രാത്രിയും. വാവിട്ടു കരയുന്നവർ, വല്ലാത്തൊരു ശൂന്യതയിൽ നിർവികാരത തൊട്ടവർ, ചങ്കുപൊട്ടി മുദ്രാവാക്യം മുഴക്കുന്നവർ, മെഴുകുതിരി വെട്ടങ്ങൾ, പൂമാലകൾ. അത്രമേൽ സ്നേഹിച്ച ആൾക്കൂട്ടത്തിന്റെ നടുവിലൂടെ അയാൾ മടങ്ങി അനശ്വരതയിലേക്ക്. 6 പതിറ്റാണ്ട് നീണ്ട ഉമ്മൻചാണ്ടി എന്ന പൊതുജീവിതം കേരള രാഷ്ട്രീയത്തിനൊരു പാഠപുസ്തകമാണ്. ജനസാഗരത്തിന്റെ സങ്കടത്തിരകളെ അലിവോടെ നെഞ്ചിലേറ്റി പെരുമയുള്ള മുഖമായി വളർന്നപ്പോഴും എളിമ കൈവിടാതെ സൂക്ഷിച്ചു. പ്രതിസന്ധികളിൽ തണൽ വിരിച്ചും ആരോപണങ്ങളിൽ മനസാക്ഷിയെ മുറുകെ പിടിച്ചും നെഞ്ചുവിരിച്ചു നടന്നു. ആൾക്കൂട്ടങ്ങളിൽ അലിഞ്ഞലിഞ്ഞയാൾ മലയാളികളുടെ സ്വന്തം കുഞ്ഞുഞ്ഞായി. പുതുപ്പള്ളിയുടെ മണ്ണിൽ ഉമ്മൻചാണ്ടി ഉണരാവുറക്കം തുടങ്ങിയിട്ട് ഇന്നേക്ക് 2 ആണ്ട് തികയുന്നു. വള്ളിയിൽ നിന്ന് കൊഴിയാൻ മടിച്ചു നിൽക്കുന്ന പൂക്കൾ പോലെ ആളുകൾ ഇപ്പോഴും പുതുപ്പള്ളി സെന്റ് ജോർജ് വലിയ പള്ളിയിലെ കല്ലറയ്ക്ക് സമീപമുണ്ട്. മാനത്ത് ചില്ലകളും മണ്ണിലേക്ക് ആഴത്തിൽ വേരുകളും പടർത്തിയ ഉമ്മൻചാണ്ടി എന്ന വൻമരത്തിന്റെ തണൽ വിടാൻ മടിച്ചതുപോലെ. റിസർച്ച് ഡെസ്ക്, റിപ്പോർട്ടർ.